എല്ലാ വീക്കെൻഡുകളും അല്ലെങ്കിൽ അവധി ദിവസങ്ങൾ ഏത് കിട്ടിക്കഴിഞ്ഞാലും നമ്മളൊക്കെ കൂടുതലും യാത്ര പോകുന്ന ആളുകളാണ്. പണ്ടത്തെ ആ ട്രെൻഡൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. നമ്മളൊക്കെ കൂടുതൽ ആളുകളും വീക്കെൻഡുകളും അല്ലാത്ത അവധി ദിവസങ്ങളിൽ യാത്രകൾ പോവുകയാണ്. റിസോർട്ടുകളിലും അല്ലെങ്കിൽ ആ നല്ല നല്ല ക്ലൈമറ്റുള്ള സ്ഥലങ്ങളും തേടി നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് കുറച്ചുകൂടെ എൻജോയ്മെൻറ്റ് കിട്ടാൻ പാകത്തിനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയൊരിടം, ആ ഇടം നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. കൺഫ്യൂഷനായല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡീലാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ആളുകൾ വരുന്ന സ്ഥലത്തായിട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ കൊച്ചിയിൽ. അപ്പോൾ ഇതൊരു ഹോട്ടലാണ്, അതേപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കൺഫ്യൂഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തീരും. നിങ്ങൾക്ക് വരുമാനം തരുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. വീക്കെൻഡുകളോ അല്ലാത്ത ദിവസങ്ങളോ അല്ല അവധി ദിവസങ്ങളിലോ മറ്റുമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമെന്നറിയാം. അപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും ഈ പ്രോപ്പർട്ടിയെ പറ്റിയും എവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതൊക്കെ നമുക്ക് അറിഞ്ഞാലോ? വാ. നമ്മളിപ്പോൾ കെൻറ്റിൻ്റെ ബേ വാച്ച് എന്ന പ്രോജക്റ്റിനകത്തായിട്ടാണ് ഉള്ളത് കേട്ടോ. ഈ പ്രോജക്റ്റിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യമുള്ളത്. ചെറിയ കൺഫ്യൂഷൻസൊക്കെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ കൺഫ്യൂഷൻസൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ആളുകളെ പരിചയപ്പെടണം. ഈ പ്രോജക്റ്റ് എന്താണെന്നറിയണം, ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റുന്നതെന്നറിയണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അതിന് തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു സറൗണ്ടിങ്സ് നോക്കി. ഇവിടെ വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു കാർ പാർക്കിംഗ് സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇനി നേരെ അവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനമൊക്കെ ഈ ഒരു ഭാഗത്ത്. അവിടെ ഫിഷ് ഹട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് ചോദിക്കാം ഇതിൻ്റെ ആളുകളോട്. ഇവിടെ ബേ വാച്ചിൻ്റെ വലിയൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ബിൽഡിംഗ് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയായിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടുത്തെ ആളുകളെ പരിചയപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ നിന്ന് എന്തൊക്കെ നമ്മൾക്ക് കിട്ടും, എന്തൊക്കെ ഡീലുകൾ നമ്മൾക്ക് കിട്ടും എന്നുള്ള കാര്യം ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. വാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ വരുന്ന ഒരു പ്രതീതിയുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് കയറുന്ന ഈ ഒരു ഭാഗവും മെയിൻ വാതിലുകളും എല്ലാം ആ ഒരു ലുക്കുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. നമുക്ക് ഇവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളെ കാത്ത ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ ആളെ കാണാം. എന്തേ വാ, കയറി വാ. ചേട്ടാ നമസ്കാരം. ഇത് പ്രദീപേട്ടൻ കെന്റിന്റെ ആരത് ആള് പോട്ടെ, കുഴപ്പമില്ല. അപ്പോ പ്രദീപേട്ടൻ കെന്റിന്റെ COO ആണ് അല്ലേ? അതെ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അപ്പോൾ പ്രദീപേട്ടനുണ്ട്. നമുക്ക് ഇന്ന് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ബേ വാച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ ഡീലുകൾ പരമാവധി നമുക്ക് സ്വന്തമാക്കാവോ അതെല്ലാം ഇങ്ങനെ നമുക്കിന്ന് വാങ്ങിച്ചെടുക്കണം. പ്രതികേട്ടാ, സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും. ഇത് കെൻറ്റ് ബേ വാച്ച് ഷൂട്ട് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണിത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചിയിൽ വൈറ്റില അരൂർ ബൈപ്പാസ്. ആ അരൂർ ബൈപ്പാസ് എന്നൊരു 3 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെൻറ്റ് ബേ വാച്ച് ഷൂട്ടിലെത്താൻ പറ്റും. അതിൻ്റെ ഈ റോഡ് ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി തേവര റൂട്ടാണ്. അതെ അതെ. അരൂർ ബൈപ്പാസിൽ നിന്ന് 3 മിനിറ്റ്സ് ഡ്രൈവ്, അപ്രോക്സിമേറ്റ് 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇത് 101 സെന്റ് ലാൻഡ്, 1 ഏക്കർ ലാൻഡ്. 1 ഏക്കർ ലാൻഡിൽ 9 ഫ്ലോർ, 9 നിലകളിലായിട്ട് 108 അപ്പാർട്ട്മെന്റ് സ്യൂട്ടാണുള്ളത്. അപ്പാർട്ട്മെന്റ് സ്യൂട്ടാണ്. അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്, എന്താണെന്നല്ലേ പറയാം. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിട്ട് നമുക്ക് അവിടെ കാണാം. ഈ ഇതിനകത്ത് 1 BHK ഉണ്ട്, 2 BHK ഉണ്ട്. ഇപ്പോൾ 1 BHK അവൈലബിൾ ആണ്. 1 BHK അവൈലബിൾ ആണ്. 1 BHK. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഉണ്ട്? ടോട്ടൽ 108 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്കൊരു 8 യൂണിറ്റ് മാത്രമാണ് ഇനി ഉള്ളൂ. 1 BHK. 2 BHK ഇല്ല, ആദ്യം തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു സസ്പെൻസ് ചെയ്യാൻ ആദ്യം പറഞ്ഞാൽ ഇതൊരു വാട്ടർ ഫ്രണ്ടേജ് പ്രോജക്റ്റാണ്. അതെ, 1 സൈഡ് റോഡ്, അപ്പുറത്തെ സൈഡ് വേമ്പനാട് കായലിന്റെ മനോഹരമായ തീരമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ വീക്കെൻഡ്സുകളും അല്ലെങ്കിൽ അവധി ദിവസങ്ങളും ഒക്കെ നമുക്ക് ആർമാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വേമ്പനാടുകളുടെ മനോഹാരിതയൊക്കെ എത്ര എന്നൊക്കെ കാര്യം നമുക്കറിയാം. അതിന് മുമ്പായിട്ട് ഇനി വേറെ ഇത് വേറൊരു സർപ്രൈസും ഉണ്ട് ഇതിനകത്ത്. ഇവിടെ വിൽക്കാൻ, അതായത് ഇവിടെ റെഗുലർലി താമസിക്കുക മാത്രമല്ല,
ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഉണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഡീപിന് ഇതിനകത്തൊരു അപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ സ്വന്തമാക്കാം. ഡീപിന് എപ്പോൾ വേണമെങ്കിലും താമസിക്കാം. ഇനി ഡീപിൻ്റെ പേഴ്സണൽ ആവശ്യം ഇല്ലാത്ത സമയത്ത് അത് റെൻ്റൽ പൂളിലേക്ക് ഇടാം. റെൻ്റൽ പൂളിലേക്ക് ഇടാം. കെന്റിന്റെ റെൻ്റൽ പൂളിലേക്ക് ഇടാം. മന്ത്ലി അതിൻ്റെ ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് തരുകയും ചെയ്യും. അടിപൊളി. അപ്പോൾ ഈ റെന്റിന് കൊടുക്കുന്ന എല്ലാം കെന്റ് തന്നെയാണല്ലേ? കെന്റാണ് മാനേജ് ചെയ്യുന്ന. കംപ്ലീറ്റ് കെന്റ് തന്നെ. കംപ്ലീറ്റ് കെന്റാണ്. അതെ അതെ. അപ്പോൾ ഇവിടെ റെന്റൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഹൈലൈറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നില്ല, നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ ഒന്ന് താമസിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഒരു അവസരമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വാങ്ങിച്ചിരിക്കുന്നതിൽ ഇവിടുത്തെ ഗസ്റ്റാണ് വാങ്ങിച്ചവർ കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ പല ഫ്ലാറ്റുകൾക്കും ഇല്ല. വന്ന് താമസിച്ചു നോക്കിയിട്ട് വാഹനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി മേടിക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ആ വണ്ടി മേടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടെസ്റ്റ് ആയിട്ട് ഒരു ദിവസം 1 day ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഒറ്റ വാക്കിലൂടെ പറയുവാണെങ്കിൽ ഇതൊരു ലക്ഷറി വാട്ടർ ഫ്രണ്ടേജ് ഹോളിഡേ ഹോമാണ്. ഹോളിഡേ ഹോം, വെക്കേഷൻ ഹോം എന്ന് നമുക്ക് പറയാം. ഇനി ഞാൻ ഇവിടെ ഇപ്പം ഇതിനകത്ത് ഞാൻ നേരത്തെ ഒരു ടെസ്റ്റ് ആയിട്ട് ഒരു ദിവസം ഇവിടെ താമസിക്കാനുള്ള ആഗ്രഹമുള്ള ആളുകൾ ഇത് എങ്ങനെ ഇവിടെ ഒന്ന് ബുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഡയറക്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങളുടെ ഓൺ പ്ലാറ്റ്ഫോം ആണോ? ഡയറക്റ്റ് ആണെങ്കിൽ ഓൺ പ്ലാറ്റ്ഫോം ആണ്. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഓൺലൈൻ എന്ന് വെച്ചാൽ booking.com, അഗോഡ, മേക്ക് മൈ ട്രിപ്പ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം വഴി ബുക്ക് ചെയ്യാം. അത് കൊള്ളാം കേട്ടോ. ഈ അഗോഡയ്ക്കകത്തും അത് booking.com ഈ വക സാധനത്തിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അന്നേരം അങ്ങനെ കയറി ബുക്ക് ചെയ്യാം. വളരെ ഈസിയാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ. ഇനി അതല്ല ഡയറക്റ്റ് ബുക്ക് ചെയ്ത് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഡയറക്റ്റ് ബുക്ക് ചെയ്താൽ നമ്മൾ ഒരു 10% ഓഫ് കൊടുക്കും. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്പർ കൊടുത്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ നമുക്ക് അതിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ല കണ്ടില്ലെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി. ഇദ്ദേഹത്തിനെ വന്ന് കണ്ടാൽ മതി. കാര്യങ്ങൾ തന്നിരിക്കും. കൊടുക്കണം കേട്ടോ. ഓക്കെ, പ്രതിഭ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോയാലോ? അതുകൊണ്ട് നമ്മുടെ ഇവിടെ വന്ന് താമസിക്കുന്ന ഗസ്റ്റിനെ കുറിച്ചും കൂടി നമുക്ക് ഒരു അവയർനെസ് നല്ലതാണല്ലോ. കൂടുതൽ നമുക്ക് വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ IT പ്രൊഫഷണൽസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ സെലിബ്രിറ്റീസ്, പിന്നെ ബാങ്കിന്റെ കോർപ്പറേറ്റ്സുകൾ, അങ്ങനെ ബിസിനസ്സുകാർ, ഡോക്ടേഴ്സ്, പിന്നെ നമ്മുടെ ലേക്ഷോർ ഹോസ്പിറ്റൽ ഇവിടെ നിയറസ്റ്റ് ആണല്ലോ, ബൈപ്പാസ് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അറബ്സ് അങ്ങനെയുള്ള ആളുകളും ഇവിടെ ഒരു ഇത് താമസിക്കുന്നവരുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കെന്റ് ബേവാച്ച സ്യൂട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് അറിയാൻ ഈ ഫ്ലാറ്റ് നമുക്കൊന്ന് കണ്ടാലോ? തീർച്ചയായും 9 യൂണിറ്റ് അല്ലേ ഉള്ളതുകൊണ്ട് 8 അപ്പൊ ആ 8 യൂണിറ്റിനകത്തുള്ള ഒരു യൂണിറ്റ് നമുക്കൊന്ന് കാണാം. അത് വേറെ തന്നെ സസ്പെൻസ് ഉണ്ട്. ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആണല്ലേ? 8 യൂണിറ്റ് ഫുള്ളി ഫർണിഷ്ഡാണ്. അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടാണ് ഇത് അപ്പാർട്ട്മെന്റ് വെക്കുന്നത്. നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഈ പ്രോജക്റ്റിന്. ആ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഈ ഇന്റീരിയർ ചെയ്ത് മസ്റ്റായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാണാം നമുക്ക്. ലിഫ്റ്റ് നമുക്ക് 3 ലിഫ്റ്റ് ഉണ്ട്. 2 ലിഫ്റ്റ് ഇവിടെ ഉണ്ട്, ഒരെണ്ണം അപ്പുറ സൈഡിലേക്ക് ഉണ്ട്. ഇത് ക്യാപ്സ്യൂൾ ലിഫ്റ്റ് ആണ്. നമുക്ക് നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് 5th അല്ലേ? 5th ഫ്ലോർ. ടോട്ടൽ 9th ഫ്ലോർ വരെ ഉണ്ട്. നമുക്ക് 5th ഇപ്പൊ നമ്മുടെ റൂം നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയൊരു ഹോട്ടലിൽ വരുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. അപ്പോ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ളൊരു പക്ഷെ ഇതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മളൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ഇൻവെസ്റ്ററും കൂടെ ആവുകയാണ്. മാസം വരുമാനവും കിട്ടും. നല്ല വ്യൂ അല്ലേ? ഇത് കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോകുമ്പോൾ രസകരമായിട്ട് വ്യൂ ഉണ്ട്. നമ്മൾ 5ാമത്തെ നിലയിലാണ്. 9ാമത്തെ നിലയിൽ ഇതിലും മാരകമായ വ്യൂ ആണ്. ഞാൻ വേറെ ആരോട് ചോദിക്കട്ടെ, ഈ വിൽക്കാനുള്ള ഫ്ലാറ്റുകളൊക്കെ 9ാമത്തെ നിലയിൽ വല്ലതും ഉണ്ടോ? ഇല്ല, ഫ്ലോർ എല്ലാം തീർന്നു. 6th ഉണ്ട്, 5th അങ്ങനെ ഈ ഫ്ലോറിലൊക്കെ ഈ കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുവച്ചു. സ്കിപ്പ് ചെയ്യണ്ടോ? നമുക്ക് അതിനകത്തേക്ക് കയറിയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ നേരെ 1 BHK സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അകത്തേക്ക് കയറുകയാണ്. അതും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള. വാ, കൊള്ളാം, സൂപ്പർ, നല്ല കൺസെപ്റ്റ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ. ആദ്യം നമുക്ക് കിച്ചൺ കാണാം. ഇത് ഇങ്ങനെ ഫുൾ എല്ലാവർക്കും ഇങ്ങനെ ഫർണിഷ് ചെയ്ത് തന്നെ ആയിരിക്കും ഇട്ടേക്കുന്നത്? എല്ലാം ഒരേ സ്റ്റാൻഡേർഡാണ്. ഒറ്റ സ്റ്റാൻഡേർഡിൽ ഒരേ സ്പെക്കിൽ ചെയ്തേക്കുന്നത് എല്ലാം അല്ലേ?
നല്ല രീതിയിൽ ഇതാ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഇതാണെന്ന് തോന്നുന്നു അല്ലേ, ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇലക്ട്രിക്കൽ. ഓക്കെ, ഹോബ് ഇലക്ട്രിക്കലാണ്. ഫുഡ് കൊടുത്തിട്ടുണ്ട് വേൾപൂളിന്റെ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഓവനൊക്കെ എല്ലാം കിട്ടുമോ? എല്ലാം കിട്ടും. ഈ സാധനം എല്ലാം കിട്ടും. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഒപ്പം തന്നെ ഇത് വാഷിംഗ് മെഷീൻ അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് സാംസങ് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ്, ചെറിയൊരു ഫ്രിഡ്ജും കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലാം ഈ ഒരു പ്രൈസിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് സെൻട്രലൈസ്ഡ് AC ആണ് അല്ലേ? കറക്റ്റ്, സെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ചൂടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കൂളാണ് സംഭവം. ഇവിടെ ആയിട്ട് ചെറിയൊരു ഡൈനിങ് അല്ലേ? 4 പേർക്ക്. എനിക്ക് തോന്നുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും ഒരു കുട്ടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ ഇതിലും പറ്റിയ സ്ഥലം. ഏറ്റവും കൂടുതൽ ഫാമിലി വരുന്നുണ്ട് കേട്ടോ ഇവിടെ. വീക്കെൻഡ് ഫ്രൈഡേ സാറ്റർഡേ ഫാമിലി ഇഷ്ടംപോലെ വരുന്നുണ്ട്. കാരണം ഇത് പക്ക ആപ്പ്. ഞാനിപ്പോൾ ആലോചിച്ചതാണ്, ഇനി അടുത്ത ആഴ്ച ഞാനൊന്ന് വന്നാലോ എന്നുള്ളൊരു ആലോചന എനിക്കുണ്ട്. കാരണം ജസ്റ്റ് വന്ന് ഒരു ദിവസം ഒന്ന് ചില്ല ഔട്ട് അടിച്ചൊക്കെ പോകാൻ, എല്ലാ വീക്കെൻഡുകളൊക്കെ അടിച്ചു പോകാനായിട്ട് പറ്റിയ സ്ഥലമാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു തിങ്ക് നമുക്ക് വരും എന്നാണ് ഉദയോട്ടം പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് TV, ഇതൊരു ചെറിയ TV കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ വലിയ TV ആയിട്ട് മേടിച്ചൊക്കെ ഇവിടെ വന്നിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ? പക്ഷേ കൊള്ളാം, വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കൊടുത്തേക്കുന്നത്. സീലിംഗ് ഭീകര വർക്കുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ നമ്മുടെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. വാ, കയറുമ്പോ ഒരു ഹോട്ടൽ കയറുന്ന ആ ഒരു പ്രതീതി തന്നെ, വേറെ ഒന്നുമില്ല, ഹോട്ടലാണ്. ഇവിടെ എഴുതാ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാം നല്ല സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അത് കൊടുത്തിരിക്കുന്ന എല്ലാം കോളറിന്റെ ആണ്. ഓ, എല്ലാം നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. അകത്ത് ആ ബാത്ത് ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഷവർ ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ? അതെല്ലാം സ്റ്റാൻഡേർഡ്, എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ദാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ ഡോർ തുറക്കുന്ന ഈ ഒരു ഭാഗത്തായി ഇവിടെ വാർഡ്രോബും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ സ്യൂട്ട് കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ മിററും കാര്യങ്ങളൊക്കെ, കറക്റ്റ് ഒരു ഹോട്ടൽ ആ ഒരു സെറ്റപ്പ് തന്നെ. ഇതാണ് സ്പേഷ്യസ് ആയ നമ്മളുടെ ബെഡ്റൂം. വാവ്, നല്ല രീതിയിൽ നല്ല സെറ്റ് ആക്കി വെച്ചേക്കാണ്. ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യം. പിന്നെ ഇവിടെയും TV ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ലിവിംഗിലും ഉണ്ട്, ബെഡ്റൂമിലും TV കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിൾ സ്പേസ് ഉണ്ട്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ള കാര്യം കാണിക്കാം. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇറങ്ങാം, വാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ ഈ ഒരു ഭംഗി കേട്ടോ, ഇതാണ് നമുക്ക് വീക്കെൻഡുകളിലും മറ്റൊക്കെ വന്ന് ഇവിടെ നിൽക്കാൻ കിട്ടുന്ന വ്യൂ. നൈറ്റ് വ്യൂ ആണെങ്കിലുണ്ടല്ലോ രക്ഷയില്ലല്ലേ? രക്ഷയില്ലാത്ത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നൈറ്റ് വ്യൂല് ഇതേ അവിടെ നമ്മുടെ ആ പാലത്തിന്റെ പേരെന്താ ചേട്ടാ? അത് നമ്മുടെ മനോരമയുടെ ഒക്കെ ഓഫീസല്ലേ അവിടെ കാണുന്നത്, മഴവിൽ മനോരമയുടെ ആ പാലം, അതിന്റെ സൈഡിൽ ആ ഹൈവേ ആണത്. അപ്പൊ ഹൈവേയുടെ അവിടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ വൈകുന്നേരം ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇവിടെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതെന്താ ചേട്ടാ ആ ഒരു ഭാഗം മാത്രം ഒരു കെട്ട്, എനിക്കൊന്ന് പായൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അത് കയറ്റം ഉറക്കമുണ്ടല്ലോ, കയറ്റം വരുമ്പോൾ അത് ഫുള്ള് നിറഞ്ഞ് ഒരേ ലെവലിലായിരിക്കും ഫുള്ള് ആ ഒരു വ്യൂ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഇറക്കമാണ്. അത് വേലിയേറ്റാവുമ്പോ ഇത് ഫുള്ള് നിറഞ്ഞ് രസകരമായിട്ടിരിക്കും. നമ്മൾ ഇവിടെ പായൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴോട്ടൊക്കെ പൂള് കാണാൻ കേട്ടോ. ഇതിനകത്ത് കുറെ അമ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതെ പൂള് എന്താ കൊള്ളാല്ലേ, സൂപ്പർ. ഇനി ആ ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ട് സൺബാത്ത് അല്ലേ, സൺബാത്ത്. കാരണം അതൊക്കെ സെറ്റ് ചെയ്ത് കൂടുതൽ എനിക്ക് തോന്നുന്നു വിദേശികളാണ് ഇവിടേക്ക് വന്ന് താമസിക്കുന്നത്. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വരുന്ന ടൂറിസ്റ്റ് കൂടുതലും വരുന്നുണ്ട്. അവര് കൂടുതൽ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്കാണ് കൂടുതൽ ഈ സൺബാത്തും സ്റ്റീം സോന ജാക്കുസി ഇതിന്റെ അടിയിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് കാണാം. മറ്റു സാധനങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് സർപ്രൈസുകൾ തീർന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇന്ന് ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞ ഈ ഒരു പ്രൈസിന് ഈ ഒരു സാധനം നല്ലൊരു വർത്ത് തന്നെയാണ്. അപ്പോ നമുക്ക് അത് എന്താണെന്നും പ്രൈസിങ്ങിനൊക്കെ നമുക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് താഴെ ബാക്കിയൂടെ കണ്ടാലോ?
പൂളൊക്കെ ഒന്ന് എടുത്ത് കാണണം. പൂള് കാണാം, ഈ സ്റ്റീം സോന ജാക്കുസി കാണാം. പിന്നെ നമുക്ക് അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഏരിയ ഉണ്ട്. പിന്നെ വേറെ സംഭവമുണ്ട്, റെസ്റ്റോറന്റിനോട് ചേർന്ന് വേറെ സംഭവമുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. കാണിച്ചു കൊടുക്കാം. ഇവിടെ ബാങ്ക്വറ്റ് ഹാൾ അല്ലേ, നമ്മൾ കയറി വരുന്ന ഭാഗത്തിനോട് ഒരു ബാങ്ക്വറ്റ് ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു AC ബാങ്കറ്റ് ഹാളാണ്. ഇതിനകത്ത് നമുക്ക് 100 സീറ്റിംഗ് കപ്പാസിറ്റി വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 100 ആളുകളെ വരെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ഓഫീസ് മീറ്റിങ്ങോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്, ചെറിയ ഫംഗ്ഷൻസ് ഇൻഡോർ നടത്തണമെങ്കിൽ അതിനും ഉള്ള ഫെസിലിറ്റി. ഇത് ഇവിടെ ഒന്നും വാങ്ങിച്ചില്ല, ഇവിടെ ഒന്നും ഫ്ലാറ്റോ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പുറത്തുള്ള ഇവിടെ അടുത്തുള്ള ഒരാൾ അവർക്ക് ഈ ഒരു ആംബിയൻസിൽ ഇവിടെ പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ഇവിടെ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നടത്താം. വലിയ ഫംഗ്ഷൻ എടുത്താൽ ഒരു ബർത്ത്ഡേ പാർട്ടി തുടങ്ങാൻ നടത്താം. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമുക്ക് ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. വാട്ടർ ഫ്രണ്ടേജിന്റെ അടുത്ത് തന്നെ ചേർന്ന് വിശാലമായ ഏരിയ അല്ലേ ഏരിയ. അവിടെ നമുക്ക് അവിടെയാണ് കംപ്ലീറ്റ് ഫംഗ്ഷൻസ് അവിടെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ഭയങ്കരമായിട്ടൊരു കാർ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഫെസിലിറ്റി ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കാണിച്ചു. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. വലിയ വാഹനങ്ങൾ വന്നാലും ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ. നമുക്ക് റെസ്റ്റോറന്റിൽ കൂടി കയറിയിട്ട് പോകണോ? റെസ്റ്റോറന്റ് ഇവിടെയാണല്ലോ റെസ്റ്റോറന്റ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് റെസ്റ്റോറന്റ്. സത്യം പറഞ്ഞാൽ കൊച്ചി കുക്ക് ഹൗസ്. ഓക്കെ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നോർമൽ ടൈമിൽ പുറത്തുനിന്നുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം. ഓക്കെ. ഫുഡ് കിട്ടുന്ന ഈ റെസ്റ്റോറന്റ് അത് കിട്ടും എന്തൊക്കെയാണെന്നുള്ളവരെ അറിയണ്ടേ? അതെ, നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റ് ആണ്. ഇത് നമ്മുടെ മാഡം തന്നെ. ഇതിന്റെ പേരെന്താ? ഇഷാര. നമ്മുടെ ഈ റെസ്റ്റോറന്റിനകത്ത് എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റംസ്? ഓക്കെ. സോ ബേവാച്ചില് ആൾക്കാർ വരുന്നത് ഫ്രം അക്രോസ് ഇന്ത്യ ആണ്. അപ്പൊ ഞങ്ങളുടെ മെനു ഇസ് ഓൾസോ പാൻ ഇന്ത്യൻ, വിച്ച് മീൻസ് യു വിൽ ഗെറ്റ് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, തന്തൂർ ഉണ്ട്, ചൈനീസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം പോലെ ഓർഡർ ചെയ്യാം. അവർക്ക് ഇത് റൂമുകളിൽ സെർവ് ചെയ്യുന്ന പരിപാടി എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ റൂമില് ഞങ്ങൾ സർവീസും ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് റെസ്റ്റോറന്റ് ഫുൾ സ്പേസ് ഉണ്ട്, പീപ്പിൾ കൻ കം ആൻഡ് ഈറ്റ്. പിന്നെ ആൾക്കാർക്ക് ചിലപ്പോ ഒക്കെ ബാങ്ക്വറ്റ് അല്ലെങ്കിൽ വെഡിങ്സ് വരുമ്പോൾ അതും ഞങ്ങൾ സർവീസ് ചെയ്യും. അങ്ങനെ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിനും ഫുഡ് നിങ്ങൾ തന്നെ കൊടുക്കും? അതെ. സോ സ്പെഷ്യലി സീ ഫുഡ് ഒക്കെ ആകുമ്പോൾ ഈ ഏരിയയിൽ സീ ഫുഡ് ഇസ് വെരി ഫേമസ്. അപ്പോൾ അതും ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ ടൈമിങ് എത്ര മണി തൊട്ട് എത്ര മണി വരെ ആയിരിക്കും? രാവിലെ ഞങ്ങളൊരു 8 o'clock ഓൺവേർഡ്സ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ട് രാത്രി 10:30 വരെ ഉണ്ട്. 10:30 വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന ഒരുപാട് നല്ല രുചിയേറിയ എന്താ സീ ഫുഡ് വിഭവങ്ങളും ഇവിടെ വന്ന് ഫുഡ് കഴിക്കാവുന്നതാണ് അല്ലേ? മറ്റടുത്തേക്ക് പോയാലോ? അപ്പൊ ശരി, താങ്ക് യു. ഇവിടെ ഒരു ലോഞ്ച് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇവിടെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇരുന്ന് സെറ്റൊക്കെ അല്ലേ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം. ഇനി നമുക്ക് ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? ചിൽഡ്രൻ ഷുഡ് നോട്ട് യൂസ് പൂൾ വിത്തൗട്ട് അഡൽട്ട് സൂപ്പർവിഷൻ. തുറന്നില്ലാതെ കുട്ടികളെ പൂളിൽ ഇറക്കരുതെന്ന് ആ സെറ്റപ്പ് ഒക്കെ അല്ലേ? ഓ, ഇതാണല്ലേ ചേട്ടൻ പറഞ്ഞ ഓപ്പൺ. ഓ, ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് വലിയ ഫംഗ്ഷൻസും പാർട്ടീസും ഒക്കെ നടത്താൻ പറ്റിയ നമുക്കൊരു സെറ്റപ്പ് ആണല്ലേ? നല്ല സ്പേസ് ഉണ്ടല്ലേ ഇവിടെ? ഒരു നല്ല ഏരിയ ഉണ്ട്. ഒരു 250-300 പേർക്കൊക്കെ ഉള്ള വലിയ പ്രോഗ്രാമുകൾ സിമ്പിളായിട്ട് നടത്താം. ഈ സൈഡിലായിട്ട് ഫുഡ് സെർവ് ചെയ്യാനുള്ള സെറ്റപ്പ്, ബഫറ്റ് ഒക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ആണ് കേട്ടോ. അത് നല്ലൊരു വൈബ് തന്നെ. ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും വരെ. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ നോക്കിയേ, അസാധ്യ ലുക്ക് തന്നെ അല്ലേ? ഫുള്ള് ബാൽക്കണീസ് നോക്കിയേ, ഈ ഒരു ഭാഗം മുഴുവനായിട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ സാധനം ഞാൻ മോളിൽ നിന്നപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കാണണമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഭാഗം സത്യം പറഞ്ഞാൽ വേലിയേറ്റ സമയത്ത് വെള്ളം ഇങ്ങ് കയറി വരണ്ട കേട്ടോ. ഇത് ഫുള്ള് ഇവിടെ ഫില്ലാവും. ഇത് ഫുള്ള് ഫില്ലാവും അല്ലേ? അടിപൊളി. ഇനി പൂളിലേക്ക് നമുക്ക് പോയാലോ? ഈ ലോണിലേക്ക് സത്യം പറഞ്ഞാൽ ഇത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ അല്ലേ? അത് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇറങ്ങാം, പക്ഷെ അങ്ങോട്ട് ആക്സസ് കുറവാണ്. ഇറങ്ങാനുള്ള പക്ഷെ നല്ല രീതിയിൽ പുല്ലും ചെടികളും ഒക്കെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇത് കുട്ടികൾക്ക് എനിക്കൊന്ന് അങ്ങേ അറ്റത്തായിരിക്കും കുട്ടികൾക്ക്. ഈ ഭാഗം ഏറ്റവും കൂടുതൽ ആഴമുള്ള ഭാഗമാണ്. മാക്സിമം 4 അടിയാന്ന് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. വാവ്, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നീറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതിനകത്താണ് ബാക്കി കാര്യങ്ങളുടെ പൂളിൻ്റെ റൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. ഫ്രീ ഷവർ ബിഫോർ എൻട്രിങ് ദ സ്വിമ്മിംഗ് പൂൾ. നോ ഫുഡ് നോ ഡ്രിങ്ക്സ് ഇൻ ദ പൂൾ ഏരിയ. ഇപ്പൊ എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്.
ഇതിനകത്ത് ഇനി ബാക്കി സാധനങ്ങളുണ്ടല്ലേ? ഇതിനകത്താണ് ഇനി അടുത്ത ഫെസിലിറ്റീസ്. അടുത്ത ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? വരൂ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു നല്ലൊരു ജാക്കുസി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടു നോക്കിയേ. അതെ, സൂപ്പർ. വരുന്ന കസ്റ്റമറിനും ഗസ്റ്റിനും ഒക്കെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. ഇനി ഇവിടെ പിന്നെ സ്റ്റീം ബാത്ത്, സ്റ്റീം ബാത്ത്, ഇവിടെ സോന, സോന, സ്റ്റീം ബാത്ത്, എല്ലാ സംവിധാനവും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നാലും വാങ്ങിച്ചു ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിന്. അതെ, ഒരു ദിവസം ഒരു 2 ദിവസം സ്റ്റേ വരുന്ന ഒരു ഗസ്റ്റിന് എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. ഇതിനകത്തുണ്ട്. ഇവിടെ ഒരെണ്ണം വാങ്ങിക്കാനായിട്ട് എത്ര രൂപ ചിലവാകും? ഒരു 1 BHK ആയിട്ടും ഇതിനകത്ത് വലിയൊരു വിലയില്ല. കസ്റ്റമർക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇവിടെ വന്ന് ചില്ല് ചെയ്യാം. അവർക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ എപ്പോൾ വേണമെങ്കിലും വരാം. അവർ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാത്ത സമയം അവർക്കത് റെൻ്റൽ പൂളിലേക്ക് ഇടുകയും ചെയ്യും. പ്രോപ്പർട്ടി വൃത്തിയായിരിക്കുകയും ചെയ്യും. എപ്പോഴും അവരുടെ അപ്പാർട്ട്മെൻറ്റ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അവർ നാളെ വരും എന്നൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നാളെ തന്നെ കയറി താമസിക്കാം. 2 days മുന്നേ നമ്മൾ ഇൻഫോം ചെയ്യണം അവർ വരുന്ന കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റിന് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാനായിട്ട് അപ്പോൾ കൃത്യമായിട്ടും ഇവർക്ക് ഒരിക്കലും ഈ റെന്റിന് കൊടുത്തോണ്ടൊന്നും വൃത്തികേടൊന്നും ആവത്തില്ല, ഒന്നുമില്ല. അതിനുള്ള സർവീസും ലോണ്ടറി സർവീസും കംപ്ലീറ്റ് പക്കറ്റ് ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കെൻഡ് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു വെക്കേഷൻ ഹോം വേണം എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ, അവർക്കൊരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വാട്ടർ ഫ്രണ്ടേജ് ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കും. ഈ ലൊക്കേഷൻ മാത്രം എടുത്താലും ഒരു 25 lakhs നമുക്കൊരു എന്തായാലും ചിലവും. അയ്യോ, അതിലും മേലും ചിലവും എന്തായാലും. അപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വരുമ്പോൾ 2.5 കോടി രൂപ ലാൻഡ് മാത്രമേ. അപ്രോക്സിമേറ്റ് നല്ലൊരു റിസോർട്ട് വളരെ പണിയുണ്ട്, ഏറ്റവും കുറഞ്ഞ 1 കോടി രൂപ വരും. അപ്പോൾ ഒരു 3-3.5 കോടി ഇത് പണിയാൻ ആർക്കും പറ്റും. അതെ, മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു 3.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 3 മാസം കൂടുമ്പോൾ ഒരു 10 ദിവസം 15 ദിവസം താമസിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേസ്റ്റ് ആണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും അഡീഷണൽ കോസ്റ്റ് ആണ്. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എന്തായാലും വാങ്ങിക്കാം. നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കണ്ട് വാങ്ങിച്ചോളൂ. കെൻറ്റിൻ്റെ പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? അടിപൊളി. കെൻറ്റ് എടപ്പള്ളി ലുലു മോളിനടുത്തായിട്ട്. എടപ്പള്ളി വരുന്നുണ്ടോ? എടപ്പള്ളി ലുലു മോളിൽ നിന്നൊരു 2 minutes ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കെൻറ്റിൻ്റെ പുതിയ പ്രോജക്റ്റിൽ എത്തുകയാണ്. ഏതാ പ്രോജക്റ്റിൻ്റെ പേരെന്താ? കെൻറ്റ് എക്കോ സാൻഡം. എക്കോ സാൻഡം, അതിൻ്റെയാണോ ഈ സാധനം? അതിൻ്റെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു പ്രൈം ലൊക്കേഷനുള്ളൊരു പ്രോജക്റ്റാണത്. പ്രൈം ലൊക്കേഷനാണ് ഈ പ്രോജക്റ്റ്. നമ്മുടെ എടപ്പള്ളി എന്ന് പറഞ്ഞത് തന്നെ പ്രൈം ലൊക്കേഷനാണ്. ആണ്. ഇപ്പോൾ നമ്മുടെ 6 വരിപ്പാത വരുന്നുണ്ടല്ലോ, നാഷണൽ ഹൈവേ NH66-ന്റെ 6 വരിപ്പാത. ആ ഹൈവേയുടെ ഫ്രണ്ടേജ് അതായത് നമ്മുടെ അമൃത സിഗ്നൽ ഉണ്ടല്ലോ, അമൃത കുന്നുംപുറ സിഗ്നൽ, ആ സിഗ്നലിനോട് ചേർന്നാണ് ഈ പ്രോജക്റ്റ്. എത്ര നിലയിൽ വരുന്നത് മൊത്തം? ഇത് ടോട്ടൽ ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ നമുക്ക് 105 സെൻറ്റ് ലാൻഡാണ് ഇതിനകത്തുള്ളത്. 1 ഏക്കർ 5 സെൻറ്റ് ലാൻഡ് ഉണ്ട്. ഇതിനകത്ത് ടോട്ടൽ 68 അപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ. അതായത് 1 ഏക്കർ ലാൻഡിൽ വെറും 68 അപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. 17 ഫ്ലോർ ഉണ്ട്. ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെൻറ്റ്, 2 3 BHK, 2 4 BHK. ഓ, 4 BHK ഉണ്ട്. 4 BHK ഉണ്ട്. നമുക്ക് 3 BHK സ്റ്റാർട്ട് ചെയ്യുന്നത് 2327 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിറയെ പച്ചപ്പ് കാണാമല്ലോ ഇതിനകത്ത്. ഇത് എക്കോ സാൻഡം എന്നാണല്ലോ ഇതിൻ്റെ പേര്. അതിൻ്റെതായ ഗാർഡനിങ് ഒരു അൾട്രാ പ്രീമിയം എന്ന് പറയാനുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 ഏക്കർ ലാൻഡിനകത്ത് വെറും 68 അപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 BHK എടുക്കുന്ന ഒരു കസ്റ്റമറിന് 1.8 സെൻറ്റ് ലാൻഡ് അൺഡിവൈഡ് ഷെയർ കിട്ടും. നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടേജിൽ ഏതാണ്ട് 2 സെൻറ്റ് ലാൻഡോളം അവരുടെ പേരിലേക്ക് നമുക്ക് അൺഡിവൈഡ് ഷെയർ കിട്ടും. സൂപ്പർ, നല്ലൊരു സാധനം. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പേഷ്യസ് ആണ് എൻ്റെ ഏറ്റവും വലിയൊരു വേറൊരു അട്രാക്ഷൻ. അതായത് ലിവിങ് ഡൈനിങ് ഭയങ്കര സ്പേഷ്യസാണ്. പ്ലസ് ചെയ്യാം ലിവിങ് ഡൈനിങ്, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ, ഡ്രൈ ബാൽക്കണി, സെർവൻ റൂം, സെർവൻ ടോയ്ലറ്റ്, അതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഫുൾ ഫെസിലിറ്റിയോടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് ഞങ്ങളുടെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റാണ്, കെൻറ്റ് എക്കോ സാൻഡം. അപ്പോൾ നമ്മൾക്ക് എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്പേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എടുക്കുക, വിളിക്കുക, നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്സ് ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. ബൈ.